Welcome everyone. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. നമുക്ക് കപ്പാസിറ്റേഴ്സിനെ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. അതിൽ ഒന്നാമത്തേത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, രണ്ടാമത്തേത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. നമ്മൾ ആദ്യം കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് എങ്ങനെയാണെന്ന് നോക്കാം. Consider three capacitors of capacitances C1, C2 and C3 and they are connected in series. Series connection means end to end connection. So they are connected in series and connected to a battery of potential V volts. V volt potential ഉള്ള ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം. Now here the charges on each capacitor remains the same. That is Q be the charge on each capacitor, but potential splits into V1, V2 and V3. സീരീസ് കണക്ഷന്റെ പ്രത്യേകത, ചാർജ് മൂന്ന് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിനും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കും. പക്ഷേ ഈ V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഓരോ കപ്പാസിറ്ററിന്റെ അടുത്തും സ്പ്ലിറ്റ് ചെയ്യുന്നു. V1, V2 and V3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. Then the total potential V is equal to, നമുക്ക് എന്ത് എഴുതാം? V is equal to V1 plus V2 plus V3 അല്ലേ? ഇനി ഇവിടെ മൂന്ന് ക്വാണ്ടിറ്റീസ് ഉള്ള ഏതൊക്കെയാ? പൊട്ടൻഷ്യൽ V, കപ്പാസിറ്റൻസ് C ആൻഡ് ചാർജ് Q. അത് മൂന്നും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ? C is equal to Q by V അല്ലേ? അങ്ങനെയാണെങ്കിൽ what is V from this equation? V is equal to Q divided by C. ശരിയാണല്ലോ? അങ്ങനെയാണ് what is V1? V1ന്റെ വാല്യൂ എന്തായിരിക്കും? Q divided by C ആണ് V. അങ്ങനെയാണ് V1 is equal to, നോക്കിയേ, ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ, സെക്കൻഡ് കപ്പാസിറ്ററിന്റെ, തേർഡ് കപ്പാസിറ്ററിന്റെ ചാർജ് Q തന്നെ. സോ V1 is equal to Q1 divided by കപ്പാസിറ്റൻസ് എത്രയാ? C1. V1 is equal to Q divided by C1. അങ്ങനെയാണ് V2 എന്ത് വരും? V2 is equal to Q divided by C2 and V3 is equal to Q divided by C3. അല്ലേ? Substituting these values in this equation, that is equal to Q divided by C1 plus Q divided by C2 plus Q divided by C3. ഓക്കെ, ഇത് മൂന്നിനകത്ത് മൂന്ന് ടേമിലും എന്ത് കോൺസ്റ്റന്റ് ഉണ്ട്? എന്ത് കോമൺ ഉണ്ട്? Q അല്ലേ? സോ Q can be taken outside. Q into 1 by C1 plus 1 by C2 plus 1 by C3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, if these three capacitors are replaced by a single capacitor of capacitance C, നമ്മൾ ഈ മൂന്ന് കപ്പാസിറ്ററിനെ മാറ്റി വെച്ചിട്ട് പകരം ഒറ്റ കപ്പാസിറ്റർ വെക്കുകയാണെന്ന് വിചാരിക്കാം. ആ കപ്പാസിറ്ററിന്റെ വാല്യൂ C ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ഞാൻ വരച്ചേക്കുന്നത്. ഇതിന്റെ വാല്യൂ എത്ര? C. ഈ കപ്പാസിറ്റർ നമ്മൾ ആരുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്നു? ബാറ്ററി ഓഫ് പൊട്ടൻഷ്യൽ V. അങ്ങനെയാണെങ്കിൽ ഇവിടെ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസും
പൊട്ടൻഷ്യൽ വിയും അതേപോലെ ചാർജ് എത്ര ആയിരിക്കും ക്യൂവും തമ്മിലുള്ള റിലേഷൻ എന്താണ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എത്രയായിരിക്കും വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. നൗ വി ക്യാൻ റൈറ്റ് ഈ വിക്ക് പകരം എന്ത് കൊടുക്കാം ക്യൂ ബൈ സി. എപ്പോഴാണ് നമ്മൾ ഇത് എഴുതിയത് if the three capacitors are replaced by a single capacitor of capacitance C, V is equal to Q by C. So Q by C is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3. Q cancel ചെയ്തപ്പോൾ എന്ത് കിട്ടും 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. അപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്റേഴ്സിനെ മാറ്റി പകരം ഒരു സിംഗിൾ കപ്പാസിറ്റർ വെച്ചാൽ ആ കപ്പാസിറ്ററിന്റെ വാല്യൂ അതായത് സിയുടെ വാല്യൂ ഏത് ഇക്വേഷൻ ഒബേ ചെയ്തിരിക്കണം 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. സിയുടെ വാല്യൂ C1, C2, C3യുടെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. That means if a number of capacitors are connected in series, the effective capacitance is always smaller than the smallest among them. മനസ്സിലായല്ലോ? ഇനി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ മൂന്ന് കപ്പാസിറ്റേഴ്സ് എടുത്താണ് നമ്മൾ പഠിച്ചത്. If there are n capacitors, what will be the equation? 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus last term plus 1 by Cn. ശരിയാണല്ലോ? ഇനി if there are n equal capacitors, എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. Then what is the effective value of capacitance? 1 by C effective is equal to എന്ത് വരും 1 by C plus 1 by C plus 1 by C plus etc. വരുമല്ലോ? That is equal to എന്ത് വരും n by C. ആണോ? So what is C effective? C effective is equal to 1 by C effective on n by C. So C effective is equal to എന്ത് വരും C divided by n. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അതായത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഇപ്പൊ പഠിച്ച പോലെ തന്നെ മൂന്ന് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഈ കപ്പാസിറ്റേഴ്സിനെ പാരലൽ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പോവാം. സോ കൺസിഡർ 3 capacitors. Consider 3 capacitors of capacitance C1, C2 and C3. They are connected in parallel and they are connected to a battery of potential V. അങ്ങനെയാണെങ്കിൽ the potential drop across each capacitor remains the same. മനസ്സിലായല്ലോ? But charge splits into Q1, Q2 and Q3. ഇവിടെ ചാർജ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സീരീസ് കണക്ഷന് പൊട്ടൻഷ്യൽ സ്പ്ലിറ്റ് ചെയ്യുന്നു V1, V2 and V3, but charge remains the same. ഇവിടെ അങ്ങനല്ല, potential remains the same. Potential drop across each capacitor remains the same, but charge splits into Q1, Q2 and Q3. Then we have Q is equal to Q1 plus Q2 plus Q3 അല്ലേ? നമ്മൾ മുമ്പേ പഠിച്ച പോലെ തന്നെ നമുക്കറിയാം ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താ? C is equal to Q by V. Therefore Q is equal to എന്ത് വരും? CV അല്ലേ? So what is Q1? Q1 is equal to C1V. Q2 is equal to C2V and Q3 is equal to C3V. So we can write this is equal to C1V plus C2V plus C3V.
that is equal to V common factor ആണ് V into C1 plus C2 plus C3 ശരിയാണല്ലോ Q is equal to നമുക്ക് എന്ത് കിട്ടി V into C1 plus C2 plus C3 ഇനി മുമ്പത്തേതുപോലെ തന്നെ if the three capacitors are replaced by a single capacitor of capacitance C then we know that എന്താ C is equal to Q by V അങ്ങനെയാണെങ്കിൽ Q ന് പകരം നമുക്ക് എന്ത് എഴുതാം Q is equal to CV അല്ലേ so we can write CV is equal to V into C1 plus C2 plus C3 so the effective capacitance C is equal to C1 plus C2 plus C3 that is okay C1 ഉം C2 ഉം C3 യോട് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ആരുടെ വാല്യൂ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ അല്ലേ അതിന്റെ മീനിങ് എന്താ if a number of capacitors are connected in parallel the effective capacitance is always larger than the largest among them ഈ മൂന്നെണ്ണത്തിൽ അല്ലെങ്കിൽ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാളും വലുതായിരിക്കും ആരുടെ വാല്യൂ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് മനസ്സിലായില്ലേ if a number of capacitors are connected in parallel the effective capacitance is always larger than the largest among them okay ഇനി if n equal capacitors are connected in parallel this equation becomes C is equal to C effective equals C plus etc n അല്ലേ that is equal to C effective is equal to എന്ത് വരും NC n equal capacitors ഉണ്ടെങ്കിൽ അതിന്റെ effective capacitance എന്തായിരിക്കും C effective is equal to NC നമ്മൾ പഠിക്കാൻ പോകുന്നത് energy of a capacitor ഒരു കപ്പാസിറ്ററിന്റെ എനർജി കൺസിഡർ two conductors connected to a battery of potential V നോക്കി ഇവിടെ എയും ബിയും രണ്ട് അൺചാർജ്ഡ് കണ്ടക്ടേഴ്സ് ആണ് എ ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട് ഇതില് എയിൽ നിന്ന് നെഗറ്റീവ് ചാർജസ് പതുക്കെ എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും ബിയിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ദിസ് കണ്ടക്ടർ ബി ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ശരിയാണല്ലോ എയിൽ നിന്ന് നെഗറ്റീവ് ചാർജസ് എവിടേക്ക് ഫ്ലോ ചെയ്തു ബിയിലേക്ക് ഫ്ലോ ചെയ്ത കാരണം ബി എന്തായിട്ട് മാറി ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ അല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കിയേ എയിൽ എന്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായി നെഗറ്റീവ് ചാർജിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായല്ലോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ അല്ലേ എന്ന് പറയുന്ന കണ്ടക്ടർ ഇപ്പൊ എന്തായിട്ട് മാറി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടർ ആയിട്ട് മാറി അപ്പൊ ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തും പറയാം ബിയിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് എവിടേക്ക് വന്നു എയിലേക്ക് വന്നു പക്ഷെ നമുക്കറിയാം പോസിറ്റീവ് ചാർജസിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പറയാം നെഗറ്റീവ് ചാർജസ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുക എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തും പറയാം ബിയിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് എവിടേക്ക് വന്നു എയിലേക്ക് വന്നു മനസ്സിലായില്ലേ അപ്പൊ ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്ന് പോസിറ്റീവ് ചാർജസ് എയിലേക്ക് വരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം കുറച്ച് വർക്ക് ചെയ്യണം this work done is stored by the capacitor as its potential energy മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇവിടെ എനർജി ഓഫ് ദി കപ്പാസിറ്റർ അല്ലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി കപ്പാസിറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്തിനാവശ്യമുള്ള വർക്ക് ഡൺ ആദ്യം കണ്ടക്ടേഴ്സിന്റെ നെറ്റ് ചാർജ് എത്രയായിരുന്നു 0 അല്ലെ ആ 0 ചാർജിൽ നിന്നും ഫൈനലി കണ്ടക്ടേഴ്സിന് കിട്ടുന്ന ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ 0യിൽ നിന്നും ക്യാപിറ്റൽ ക്യൂയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യാൻ ചാർജ് കിട്ടാൻ എത്ര വർക്ക് ചെയ്യുന്നോ
that is stored by the capacitor as its potential energy. At any instant, let Q be the charge on each capacitor. ഏതെങ്കിലും ഒരു ടൈം, അറ്റ് എനി ടൈം ടി, ഇവിടെ കപ്പാസിറ്ററിലെ ചാർജ് എത്ര? Q. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? നമ്മൾ ക്യൂവും വിയും സിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? C is equal to Q by V, അല്ലേ? or V is equal to Q by C. ശരിയാണല്ലോ? So we can write V is equal to Q divided by C. ഇനി let an additional charge dq is given to the plates of this capacitor. What is the work done? Work done കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? dw is equal to v into q അല്ലേ? ഇവിടെ നമ്മൾ എത്ര ചാർജ് കൊടുക്കുന്നുള്ളൂ? dq ചാർജസ് കൊടുക്കാൻ ആവശ്യമുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. വളരെ ചെറിയൊരു ചാർജ് ആണ് dq. അത്രയും ചെറിയ ചാർജ് കൊടുക്കാൻ ചെറിയൊരു വർക്ക് ചെയ്താൽ മതി. സോ ആ ചെറിയ വർക്ക് നമുക്ക് എങ്ങനെ എടുക്കാം? dw is equal to എന്ത് വരും? v dq. നമ്മൾ പഠിച്ചതാണ് v is equal to w by q അല്ലേ? അങ്ങനെയാണ് w എന്ന് പറയുന്നത് എന്താ? v into q. ഇവിടെ dw is equal to v into dq. നമുക്ക് ഈ വിക്ക് വരെ എഴുതാലോ, q by c എഴുതാലോ. സോ dw is equal to q by c into dq. Then what is the total work done in charging the capacitor from 0 to capital Q? What is the total work done? W is equal to എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? ചെറിയൊരു വർക്ക് ഡൺ ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്യാം. എവിടുന്ന് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? 0യിൽ നിന്ന് ക്യാപിറ്റൽ Q വരെ. 0 to capital Q, CQ by C dq. That is equal to, നമുക്ക് ഈ 1 by c കോൺസ്റ്റന്റ് ആയതുകൊണ്ട് that can be taken outside. 1 by c into integral 0 to capital Q, Q raised to 1 dq. That is equal to 1 by c into, what is integral x raised to n dx? എന്താണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇന്റഗ്രൽ x raised to n dx എന്താ? x raised to n plus 1 divided by n plus 1 ആണല്ലോ. അങ്ങനെയാണ് ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ x raised to n dx. ആൻസർ എന്താ? x raised to, x ന് ഇവിടെ എത്ര? q raised to, x raised to n plus 1. n ഇവിടെ എത്ര? 1. So 1 plus 1 is 2. q square divided by 2. മനസ്സിലായി? ലിമിറ്റ് 0 to capital Q. That is equal to 1 by c into, വേണമെങ്കിൽ നമുക്ക് 2 വെളിയിൽ എടുക്കാം. 1 by 2c into ബ്രാക്കറ്റിൽ എന്തുണ്ട്? സ്മോൾ q സ്ക്വയർ, ലിമിറ്റ് 0 to capital Q. എങ്ങനെയാ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? സോ സ്മോൾ q മാറ്റി എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ Q. q സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് എന്താ? 0 സ്ക്വയർ. That is equal to q square divided by 2c. ഇതെന്താ നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? വർക്ക് ഡൺ to charge the capacitor അല്ലേ? This work done is called the potential energy of the capacitor. So potential energy U is equal to നമുക്ക് എന്ത് കിട്ടി? q square divided by 2c. ഇത് q ഉം c യോടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് രണ്ട് ഇക്വേഷനോടെ എനർജിക്ക് എഴുതാം. നോക്കാം. നമുക്ക് q ന് പകരം എന്ത് കൊടുക്കാം? q is equal to cv കൊടുത്താൽ നോക്കാം. ഇക്വേഷനകത്ത് q is equal to cv. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. u is equal to, ഈ q ന് പകരം cv കൊടുത്താൽ എന്ത് വരും? c സ്ക്വയർ v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഒരു c യും c യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് വന്നു? u is equal to half cv square. half cv square. q square by 2c ഒരു എക്സ്പ്രഷൻ,
U is equal to half CV square. Another expression. ഇനി നമുക്ക് ഒരു എക്സ്പ്രഷനിലൂടെ എത്താം. നമുക്ക് സിക്ക് പകരം Q by V കൊടുത്ത് നോക്കാം. Q V. C is equal to Q by V. ഈ ഇക്വേഷൻ എന്ത് വരും നോക്കിയേ. U is equal to half സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? Q by V into V square. ഒരു വിയും വിയും ക്യാൻസൽ ചെയ്ത് പോയി. U is equal to half QV. This is another expression for energy of a capacitor. U is equal to half QV. അടുത്തത് എനർജി ഓഫ് എ കപ്പാസിറ്റർ നമുക്ക് എങ്ങനെ QV ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. Qയും Vയുടെ കണക്ട് ചെയ്യുന്ന ഗ്രാഫ്, വരയ്ക്കുന്ന ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. Q is directly proportional to V, അല്ലേ? ചാർജ് കൂടുമ്പോൾ എന്ത് കൂടും? പൊട്ടൻഷ്യലും കൂടും. അങ്ങനെയാണ് QV ഗ്രാഫ് എങ്ങനെ വരും നോക്കിയേ. Qയും Vയുടെ ഗ്രാഫ് വരച്ചാലാ it will be a straight line, അല്ലേ? കാരണം എന്താ? Q is directly proportional to V. നമുക്ക് ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ അണ്ടർ ദി ഗ്രാഫ്. പേര് കൊടുക്കുന്നു OAB. So area under the graph. Area under the graph. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഏരിയ, ദാറ്റ് ഈസ് ഹാഫ് BH, അല്ലേ? ഹാഫ് ഇൻറ്റു OA ഇൻറ്റു AB, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് OA എത്ര നോക്കിയേ? V ഇൻറ്റു AB. AB എത്ര? Q. അല്ലെങ്കിൽ this is equal to half QV. This is the energy of a capacitor. Energy of a capacitor. അപ്പോൾ നോക്കിയേ, area under QV graph gives the energy of a capacitor. Energy density of a capacitor. Energy density means energy per unit volume. Energy per unit volume is called the energy density of a capacitor. Energy of a capacitor നമ്മൾ പഠിച്ചെന്താ? half CV square, അല്ലേ? half CV square. നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് കപ്പാസിറ്റൻസ് പഠിച്ചായിരുന്നു എന്താ? Epsilon 0 A divided by D. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇങ്ങനെ രണ്ട് പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആയിരുന്നു. ഇവിടെ ഇതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ഈച്ച് പ്ലേറ്റ് എത്രയായിരുന്നു? A and D is the distance between the plates. ആയിരുന്നെങ്കിൽ കപ്പാസിറ്റൻസ് എത്രയായിരുന്നു? Epsilon 0 A divided by D. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to half Epsilon 0 A divided by D into V square, അല്ലേ? This is the energy of a parallel plate capacitor. ഇനി എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ എനർജി ഡിവൈഡഡ് ബൈ വോളിയം. ശരിയല്ലേ? ഓക്കെ. A ഏരിയ ക്രോസ് സെക്ഷനും D ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സും ആണെങ്കിൽ what is the volume of the capacitor? A into D, അല്ലേ? വോളിയം ഈസ് ഈക്വൽ ടു എത്ര വരും? വോളിയം A into D, ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. സോ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി ഡിവൈഡഡ് ബൈ വോളിയം, അല്ലേ? എനർജി ഡിവൈഡഡ് ബൈ വോളിയം. That is equal to energy ക്ക് പകരം കൊടുക്കാലോ epsilon 0
A V square divided by 2D whole divided by A into D. അല്ലേ? എയും എയും ക്യാൻസൽ ചെയ്ത് പോന്നു. That is equal to epsilon 0 V square divided by 2 D into D എന്ത് വരും? D square. Epsilon 0 V square divided by 2D square. That is equal to epsilon 0 by 2. What is V by D? V by D is equal to എന്താണ് പഠിച്ചിരിക്കുന്നത്? E. So we can write epsilon 0 by 2 into E square. This is the energy density of a capacitor. Energy density can be represented as small u. U is equal to half epsilon 0 E square.